ഓം ശാന്തി. ലോകത്തിൽ സമ്പന്നരാവാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആ ലെവലിൽ എത്താൻ പറ്റാത്തതെന്നറിയോ? എല്ലാവരും വലിയ സമ്പന്നന്മാരായവർ, അവരുടെ കയ്യിൽ ഒരുപാട് പൈസ വന്ന് ആ സമ്പന്നതയുടെ ആധാരത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ സമ്പന്നന്മാരാണോ? ഒരിക്കലുമല്ല. തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ചെറിയ ഇൻകത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വലിയ നിലയിലെത്തിയവരാണ് 90% സമ്പന്നന്മാരും. 10% സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ടായിരിക്കാം. പക്ഷെ 90% ആളുകളും ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അല്പത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നവരൊക്കെയാണ്. തൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയെ മാനേജ് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കില്ല, അറിയില്ല എങ്കിൽ എത്ര ലക്ഷങ്ങൾ കോടികൾ വന്നാലും കാര്യമില്ല, അത് അവരുടെ കയ്യിൽ നിന്ന് ഒഴുകി പോവുക തന്നെ ചെയ്യും. അതേസമയം വരുന്ന പൈസയെ മാനേജ് ചെയ്യാനായിട്ട് ശരിക്കും അറിയാമെങ്കിൽ അവർ ആ കിട്ടുന്ന പൈസയിൽ നിന്ന് തന്നെ വലിയ നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് ആ മണി മാനേജ്മെൻറ്റിൽ ഒരു ചെറിയ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻകം അതെത്ര വലുതോ ചെറുതോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും എനിക്ക് വരുന്ന കമൻസാണ്, സിസ്റ്ററെ കഞ്ഞി കുടിക്കാനുള്ള പൈസ തികയുന്നില്ല, പിന്നെയല്ലേ ഈ ഒരു മാനേജ്മെൻറ്റ് അതിൽ അപ്ലൈ ചെയ്യാൻ? തീർച്ചയായിട്ടും അവരും അപ്ലൈ ചെയ്തേ പറ്റൂ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ശതമാനത്തിൽ ഉപയോഗിക്കാനും ഡെവലപ്പ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ലേ, നാളെ പൈസ വരുന്ന സമയത്ത് അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ, എന്നുവെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു മാനേജ് ചെയ്തുകൊണ്ട് പൈസയെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ വന്നാലും എപ്പോഴും നമ്മളുള്ള ഒരു സമൃദ്ധി അനുഭവപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ എത്ര പൈസ വന്നാലും അതൊക്കെ ചിലവായി പോകാനുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം വരും, അതിലൂടെ എല്ലാം ചിലവായി പോകും. എപ്പോഴും കാലിയായ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഐഡിയ, എന്ത് കുറച്ച് കിട്ടുന്നുണ്ടോ അതിനെ മാനേജ് ചെയ്ത് വിത്ത് റെസ്പെക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാലോ, ധനം എന്ന് പറയുന്ന ഒരു എനർജി തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സമൃദ്ധിയുടെ ഫീലിംഗ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമ്പന്നതയുടെ അനുഭൂതി, അത് സ്വാഭാവികമായിട്ടും സമ്പന്നതയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. സിമിലർ എനർജി, സിമിലർ ആയിരിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും ആ ഇല്ലായ്മയിൽ കൂടി നിറവ് അനുഭവപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു പ്ലാനിങ് അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വരുമാനം അത് എത്രയാണെങ്കിലും 60% എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ ഒരുപാട് വരുമാനം ഉണ്ട്, 60% ചിലവാക്കി കളഞ്ഞോളം എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൽ നോർമൽ ലിവിങ്ങിൽ നമുക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു 60% അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. 50% ഡെയിലി നമ്മുടെ ചിലവ് നടക്കാനുള്ളതാണ്. ആഹാരത്തിന് വേണം, മരുന്നിന് വേണം, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, കുട്ടികളുടെ സ്കൂളിലെ പഠനത്തിൻ്റെ ഉണ്ടാവും, ഫീസിൻ്റെ ഉണ്ടാവും, നമുക്ക് പെട്രോൾ അടിക്കേണ്ടതുണ്ടാവും. ഇങ്ങനെ അവനവൻ്റെ ഡെയിലി റൂട്ടീനുള്ളതായിരിക്കുന്ന ചിലവിന് വേണ്ടി 50% നമുക്ക് മാറ്റിവെക്കാം. 10% കുറച്ച് ലക്ഷറി ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ അർത്ഥം, കയ്യിൽ കുറച്ച് പൈസയുള്ളൂ ആയിക്കോട്ടെ, അതിൽ നിന്ന് 10% വീതം നിങ്ങൾ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി, നല്ല ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയൊക്കെ 10% ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എല്ലാ ദിവസവും ഒരു പൈസ പോലും അങ്ങനെ ഒന്നും ചിലവാക്കാതെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇല്ലായ്മ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ആ ഒരു ഇല്ലായ്മയുടെ ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇല്ലായ്മേനെ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഒരിക്കലും ഒരു നല്ല സാധനം വാങ്ങിച്ച് കഴിക്കില്ല, കുറച്ച് പൈസ കിട്ടുന്ന ഉപയോഗിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഒരു നേരം കഴിച്ചിട്ട് ബാക്കി നേരത്തെ എടുത്ത് വെക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വയറ് വലിച്ചു കെട്ടി ഉണ്ടാക്കിയ പൈസയാണ് എന്ന് പല വിധത്തിലുള്ള കമൻസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ആ ഒരു ക്ഷാമത്തിൻ്റെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യും. ഈവൻ അവരുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ 50,000 ആണെങ്കിൽ പോലും ഒരു നേരം നല്ല ആഹാരം വാങ്ങിച്ച് കഴിക്കാനുള്ള മൂഡ് അവർക്ക് ഉണ്ടാവില്ല. ജീവിതം മുഴുവൻ ഒരു ഉണങ്ങി വരേണ്ട ഫീലായി മാറും. റിസൾട്ട് എന്താവെന്ന് വെച്ചാൽ ഹാപ്പിനെസ് അവർക്ക് ഇല്ലാത്തൊരു സ്റ്റേജ് വരും. പതുക്കെ പതുക്കെ വന്ന പൈസ രോഗത്തിന് വേണ്ടി കൊണ്ട് കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 10% നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന പൈസയാണല്ലോ, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൂട്ടിവെച്ച് അവസാനം രോഗിയായ ശേഷം ഡോക്ടർ എന്തെങ്കിലും
എന്തെങ്കിലും മുഴുങ്ങി തിന്ന്, ഷുഗർ വരുമ്പോൾ പറയുമല്ലോ ഇനി പഞ്ചസാര കഴിക്കരുത്, പിന്നെ പ്രഷർ വന്നു ഉപ്പ് കഴിക്കരുത്, കൊളസ്ട്രോൾ ആണ് എണ്ണ കഴിക്കരുത്. അപ്പോൾ ഒരു 50-60 വയസ്സ് വരെ ഒരു ദിവസം പോലും ആസ്വദിക്കാതെ കഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 50-60 വേണ്ട, ഈ കാലഘട്ടത്തിൽ 40 മതി. അപ്പോഴത്തേക്കും ഡോക്ടർമാർ പറയും എന്തെങ്കിലും പുഴുങ്ങി തിന്നി എവിടെയെങ്കിലും കിടന്നാൽ മതിട്ടോ എന്ന് പറയുന്ന അവസ്ഥയാവും. ആ അവസ്ഥയാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനൊരു സുഖം കൊടുക്കണം. അതുകൊണ്ടൊരു 10% നിങ്ങൾ നമ്മുടെ ലക്ഷറി ആയിരിക്കുന്ന, നമുക്കാവുന്ന ലക്ഷറി, നമുക്ക് പോയിട്ട് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കാനൊന്നും പറ്റില്ലായിരിക്കാം, പക്ഷെ എന്നാലും ഒരു ദിവസം നമുക്ക് ആനന്ദിക്കാമല്ലോ, നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കഴിച്ച് എല്ലാവരും കൂടി ആസ്വദിക്കാമല്ലോ. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ സന്തോഷിക്കാൻ വേണ്ടി ആ ഒരു 10% നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ 10% നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടി, എന്ന് വെച്ചാൽ അർത്ഥം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു കാറ് വാങ്ങണം തന്നെ വിചാരിച്ചോ. ഒരു കാറ് വാങ്ങണമെങ്കിൽ നമുക്ക് ആദ്യത്തെ പേയ്മെൻ്റ് ആയിട്ട് അതിൻ്റെ 30% 20% ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനൊരു എമൗണ്ട് വേണം. ബാക്കി നമുക്ക് EMI വാങ്ങാൻ പറ്റുമായിരിക്കാം, പക്ഷേ ഈ ഒരു എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആരടുത്തും പോകരുത്. പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരിക്കുകയാണ്, ഒരു എമർജൻസി നീഡ് വന്നിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് ആരുടെയും കടം വാങ്ങിച്ച് കിട്ടിയില്ല, അതുകൊണ്ട് ചികിത്സ കിട്ടിയില്ല, അങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എത്രയാണോ നിങ്ങളുടെ വരുമാനം അതിൻ്റെ 10% അങ്ങനെയുള്ളതായിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കണം. പിന്നെ 10% നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ അർത്ഥം ഏതെങ്കിലും രീതിയിൽ ചെറിയ കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലൂടെ തന്നെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാൻ ഉണ്ട്. വലിയ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്, ചെറിയ ചെറിയ ₹1 ₹2 അല്ലെങ്കിൽ ഒരു ₹100 തൊട്ട് വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് പ്ലാനുകളുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ വഴിയായിട്ട്. അതൊക്കെ പതുക്കെ പതുക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിരന്തരമായിട്ട് വരുമാന മാർഗമാക്കത്തക്ക രീതിയിലേക്ക് മാറ്റാനുള്ളതായിരിക്കുന്ന കുറച്ച് പദ്ധതിയുണ്ട്. അതുകൊണ്ട് 10% അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കണം. കഴിയുമെങ്കിൽ അത് 20% വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം നിങ്ങളുടെ ഇൻകം അനുസരിച്ച് 20% നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ അത് മാറ്റിവെക്കുന്നത് നല്ലതാണ്. പിന്നെ 10% നിങ്ങൾക്ക് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ ആ 10% പൈസ നമുക്ക് പഠിക്കാൻ വേണ്ടി, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് വാങ്ങണം, ഒരു കോഴ്സ് പഠിക്കണം. ഒരു കാലത്തും പഠനം എന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, ഷോപ്പ് നടത്തുന്ന ആളാണ്, എനിക്കിനി എന്താ പഠിക്കാനുള്ളതെന്ന് വിചാരിക്കരുത്. ഏത് ഫീൽഡിലും എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അതാത് ഫീൽഡിലുള്ളതായിരിക്കുന്ന ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഓരോ കാര്യം ചിലപ്പോൾ ₹500 ₹600, ചിലപ്പോൾ 1000 5000 6000, ചിലപ്പോൾ 10,000 ആയിരിക്കാം. ഇത്തരം ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ട് നമ്മളെ ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന ധനത്തിനേക്കാൾ കുറച്ച് പൈസയെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയൽ അസറ്റ് അത് തന്നെയാണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഷോപ്പിലാവട്ടെ, ആ ഷോപ്പ് ഓണറുടെ സ്റ്റേജ് എന്താണോ അതായിരിക്കും ആ ഷോപ്പിൻ്റെയും സ്റ്റേജ് ഉണ്ടായിരിക്കുക. ഒരു ഓർഗനൈസേഷനാണെങ്കിൽ അവിടുത്തെ MD അല്ലെങ്കിൽ ഹെഡ് ആരാണോ അവരുടെ സ്റ്റേജ് എന്തായാലും അതായിരിക്കും ആ ഓർഗനൈസേഷൻ്റെയും സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഫാമിലി ഉത്തരവാദിയായിട്ടുള്ള ആരാണോ അവരുടെ സ്റ്റേജ് എന്തായിരിക്കും അതായിരിക്കും ആ കുടുംബത്തിലെ മറ്റുള്ളവരെയും സ്റ്റേജ് ആവുന്നത്, റിലേറ്റഡ് ആവുന്നത്. ഒരു 90% ഈ രീതിയിലാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്റ്റാറ്റസ് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയമില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ വേണ്ടി പൈസ ചിലവഴിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. 10% അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. പിന്നെ ബാക്കിയുള്ള 10% അത് നിങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ. നമ്മൾ ഇന്ന് ഒരു നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ആ ആഹാരം കഴിക്കുന്നതിൽ ഒരംശം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാനം കൊടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി, ഒന്നുകിൽ ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അന്നം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ രോഗികളായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾക്ക് ഒരാളുടെ ആധ്യാത്മികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ അവർക്ക് നീഡാവുന്ന സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി 10% നിങ്ങൾ മാറ്റിവെച്ചിരിക്കണം. ഒരിക്കലും വിചാരിക്കരുത് ഈ 10% എങ്ങനെയാണ് എൻ്റെ ഡെപ്പോസിറ്റ് ആവുകയെന്ന്. ഇങ്ങനെയുള്ള 10% ആണ് ഒരിക്കലും കിട്ടാത്ത വിധത്തിലുള്ളതായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിക്കൊണ്ട് സമയത്ത് സഹായമായിട്ടും നിങ്ങളടുത്ത് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങളുടെ മണീനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട,
ചെറുതായിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. ഇന്ന് 1000 രൂപ മാത്രം വരുമാനമുള്ള ആളാണ് നിങ്ങൾ വിചാരിച്ചോളൂ. ഒരു ദിവസം ആ 1000 രൂപേനെ പോട്ടെ 500 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിലും അതിനും ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്ക്. പതുക്കെ പതുക്കെ അത് ലക്ഷങ്ങളുടെ കോടികളുടെ വില മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മണി മാനേജ്മെൻറ്റിൽ ഒരു കാര്യം എടുത്ത് പറഞ്ഞു തരികയാണ്. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കാര്യം വന്നിരിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെയല്ലേ ഇപ്പം നടന്നിട്ടല്ലേ എന്ന് പറഞ്ഞത് എടുക്കരുത്. കാരണം അങ്ങനെയുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലോങ് ടേം ആയിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന, നിങ്ങളെ റിയൽ റിച്ചാക്കി മാറ്റുന്നതായിരിക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റിവെച്ച പൈസ എടുത്തിട്ട് വേറെ അതിന് ഉപയോഗിക്കരുത്. അതിന് വേണ്ടി മാറ്റിവെച്ചു വെച്ചാൽ ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കൂ. ഒരു ദൃഢസങ്കല്പം നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊരു പൈസ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ മറ്റെന്തൊക്കെ സാഹചര്യം വന്നാലും ആ പൈസ ഇല്ല എന്ന് വിചാരിച്ചോളണം. അല്ലാതെ ആ പൈസ എടുത്തതിന് ഉപയോഗിച്ച് പോയി ഇനി അടുത്ത മാസത്തെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് എന്നും നീട്ടി 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 എവിടെയും നമ്മൾ എത്തില്ല. അതുകൊണ്ട് ഉള്ള പൈസേനെ അതെത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും ഈ രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നാളെ ഒരു റിച്ച് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. കാരണം ധനത്തിൻ്റെ സ്വഭാവം, ആര് ധനത്തിനെ ആദരിക്കുന്നു അവരുടെ കൂടെ തന്നെ നിൽക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളെ ആര് ആദരിക്കുന്നു അവരുടെ കൂടെ പ്രവർത്തിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. ധനത്തിനും അങ്ങനെ തന്നെയാണ്. ആദരവോടെ ഉപയോഗിക്കുന്നവരുടെ കൂടെ നിൽക്കാനാണ് ധനത്തിനും ഇഷ്ടം. അതും ഒരു എനർജി തന്നെയാണ്. അതുകൊണ്ട് ആദരവോട് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൂടെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നാളെ നല്ല ഒരു ധനികനായിട്ട് മാറാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.